ഹലോ. അപ്പോൾ ഇന്ന് ഏപ്രിൽ 4-ാം തീയതിയാണ് കേട്ടോ. ഈ വർഷം എല്ലാ വർഷവും ഈ ദിവസം നമ്മളൊരു സ്ഥലത്ത് പോവും. ഇവിടെ എറണാകുളം പൊന്നുരുന്നിയിലുള്ള കപ്പൂച്ചിൻ ആശ്രമത്തിലാണ് കേട്ടോ പോകുന്നത്. അവിടെ ഏപ്രിൽ 4-ാം തീയതിയാണ് ദേവദാസൻ തിയോഫിനച്ചൻ്റെ ചരമവാർഷികവും അതോടനുബന്ധിച്ചുള്ള ഊട്ടുനേർച്ചയും കൊടുക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഇത് 57-ാമത്തെ ചരമവാർഷികമാണ്. രാവിലെ മുതൽ രാത്രി വരെ കുർബാനയും പിന്നെ ഈ ഊട്ടുനേർച്ചയുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ ക്യൂ അങ്ങ് അറ്റത്തുനിന്ന്, അതായത് ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണ് ആ ദിവസം. രാവിലെ കുർബാന സ്റ്റാർട്ട് ചെയ്യും. കുർബാന സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഊട്ടുനേർച്ച ആരംഭിക്കും. രാവിലെ മുതൽ രാത്രി ഒരു 8-9 മണി വരെ, ഒരു 8 മണി വരെയാണ് സമയം കൊടുത്തിരിക്കുന്നത്. പക്ഷേ ആ ഒരു സമയം കൊണ്ട് തീരില്ല, നല്ല ലേറ്റ് ആവും കഴിയുമ്പോൾ. കാരണം ആളുകൾ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ചയാണിത്. കപ്പൂച്ചിൻ ആശ്രമത്തിൽ, അതായത് ആ പള്ളിയിൽ നിന്ന് 2 റോഡ് അപ്പുറത്താണ് ക്യൂ നിൽക്കുന്നത്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് കാല് വയ്യാത്തത് കൊണ്ട് ക്യൂവിൽ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അകത്ത് പോയി ഇരുന്നു. എന്നിട്ട് അപ്പനെ ക്യൂവിൽ നിർത്തി. ആ ഒരു സമയം അവിടെ കുർബാനയും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല തിരക്കാണ്. ആളുകൾ കഴിച്ചു പോകുന്നുണ്ട്, അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എത്തി. അപ്പൻ ഗേറ്റിൻ്റെ അവിടെ എത്താറായപ്പോഴാണ് ഞാൻ ക്യൂവിലേക്ക് കയറിയുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു വോളണ്ടിയർ പറഞ്ഞു, അയ്യോ കാല് വയ്യെങ്കിൽ ക്യൂവിൽ നിന്ന് എന്തിനാ, അവിടെ വേറൊരു സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് അറിയുന്നത് കേട്ടോ, അല്ലെങ്കിൽ നേരത്തെ പോയി അപ്പുറത്ത് പോയി കഴിച്ചേനെ. അത് എന്ന് പറഞ്ഞാൽ രോഗികൾക്കും അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ക്യൂവിൽ നിൽക്കാതെ അങ്ങനെ ഒരു ഏർപ്പാട് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യൂവിൽ നിന്നില്ല, നേരെ അപ്പുറത്ത് പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി. അപ്പോൾ ഇൻ ബിറ്റ്വീൻ അവിടെ ഓരോ സമയങ്ങളിലായിട്ട് കുർബാനയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇത് ഞാൻ ആദ്യം അപ്പനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ. എൻ്റെ കാലാണെങ്കിൽ നല്ല രീതിയിൽ നീരുണ്ട് ഇപ്പോഴും. ആ ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞതിൻ്റെ നടക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും കുഴപ്പമില്ല, ഈ വർഷം നമുക്ക് മുടക്കാൻ പറ്റില്ല, കാരണം എല്ലാ വർഷവും വരുന്നതാണല്ലോ. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ വർഷം എത്ര തിരക്കുണ്ടെങ്കിലും ഇനി ഓരോ വർഷവും എത്ര ആൾ കൂടിയാലും അവർക്ക് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ 1-2 കറികളൊക്കെ തീരുമായിരിക്കും, എന്നാലും എല്ലാവരും നേർച്ച സദ്യ കഴിച്ചിട്ടേ അവിടെ നിന്ന് പോവാറുള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഒരു സെപ്പറേറ്റ് പ്ലേസ് ഉണ്ടായിരുന്നു. അവിടെ പോയി നമ്മൾ ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു. അപ്പോൾ ചോറും കറികൾ എന്തൊക്കെയായിരുന്നു എന്ന് വെച്ചാൽ, ചോറുണ്ടായിരുന്നു, പിന്നെ സാമ്പാർ, വറുത്തരച്ച സാമ്പാറാണ്. അല്ലെങ്കിൽ ഈ പള്ളികളിലും അമ്പലങ്ങളിലൊക്കെ കിട്ടുന്ന ഭക്ഷണത്തിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലേ. അതിപ്പോൾ ഇത്രയും പേർക്ക് ഉണ്ടാക്കിയാലും അതിൻ്റെ ടേസ്റ്റിന് ഒരു കുറവുണ്ടാവില്ല. ടേസ്റ്റ് കൂടുതലായിട്ടാണ് നമുക്ക് എപ്പോഴും തോന്നുന്നത്. അപ്പോൾ വറുത്തരച്ച സാമ്പാറുണ്ട്, അവിയലുണ്ട്, പിന്നെ ഒരു കൂട്ടുകറി, ഇഞ്ചിക്കറി, മാങ്ങ അച്ചാർ, പിന്നെ നല്ല പാലട പായസം, എൻ്റെ ഫേവറേറ്റാണ്. പപ്പടമുണ്ട്. അതിൻ്റെ ഒരു ക്ലോസ് വ്യൂ കണ്ടോളൂ. ആ സാമ്പാറൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലേ, ഭയങ്കര ടേസ്റ്റായിരുന്നു. ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ പറയണ്ടെന്നറിയില്ല. പപ്പടവും സാമ്പാറും അവിയലും കൂട്ടുകറിയും ഇഞ്ചിക്കറിയും മാങ്ങാച്ചാറും എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് ഒരു പിടി പിടിച്ചു. പിന്നെ എനിക്ക് ഇതുവരെ അവിടെ നിന്ന് രണ്ടാമത് വാങ്ങിക്കേണ്ട ഇത് വന്നിട്ടില്ല കേട്ടോ. നമുക്ക് തരുന്ന ഭക്ഷണം കറക്റ്റായിരിക്കും. നമുക്ക് കൂടുതൽ വേണമെങ്കിൽ വാങ്ങിക്കാം, രണ്ടാമത് വേണമെങ്കിൽ വാങ്ങിക്കാം. പക്ഷെ ഞാൻ ആദ്യം ഇട്ട ഒരു ചോറ് തന്നെ അവരോട് പകുതി മാറ്റിക്കോളാൻ പറഞ്ഞു. കാരണം ഇത്രയും കറികളും ചോറും എല്ലാം കൂടെ കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹെവി ആവും. പിന്നെ അത് കഴിഞ്ഞിട്ട് പായസവും കഴിക്കണമല്ലോ. പായസം ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് പായസം മതിയായില്ല. രണ്ടാമത് കിട്ടും, പക്ഷെ വാങ്ങിച്ചില്ല. നേർച്ചയല്ലേ, നമ്മൾ അത്രയും കഴിച്ചാൽ മതി. അപ്പോൾ അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അച്ഛനെ അടക്കിയിരിക്കുന്ന സമാധിയുണ്ട്. ആ പള്ളിയോട് ചേർന്ന് തന്നെയാണ് ആ ഒരു സമാധി, അല്ലെങ്കിൽ സ്മൃതി മണ്ഡപം അങ്ങനെയാണ് പറയുന്നതെന്ന് തോന്നുന്നു. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതെ, സ്മൃതി പദം അല്ലേ, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, തിയോഫിൻ സ്മൃതി പദം. അപ്പോൾ അവിടേക്ക് ചെന്നു. അപ്പോൾ
ഇവിടെയാണ് അച്ഛൻ ജീവിച്ചതും ആ ഒരു ലാസ്റ്റ് സമയങ്ങളിൽ ജീവിച്ചതും പിന്നീട് ഇവിടെയാണ് മരിച്ച് അടക്കിയിരിക്കുന്നത്. അപ്പോൾ ആ സമാധിയിലേക്കുള്ള ഒരു തിരക്കാണ് നിങ്ങൾ മുമ്പൊക്കെ ഇത്രയും ഒരു ഭംഗി ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ അവർ കുറേ റെനോവേഷനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു പന്തൽ പോലെയൊക്കെ പെർമനൻ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ദിവസം എന്താ അച്ഛൻ്റെ ആ ഒരു സമാധി നല്ല രീതിയിൽ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക എന്താ പറയുക, ഒരു പ്രത്യേക രീതിയിലുള്ളൊരു സമാധാനം അല്ലെങ്കിൽ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ അവിടെ. ഇത്രയും പേര് വന്ന് പോയി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അവിടെ അതിൻ്റേതായ ഒരു തിരക്കോ ഒച്ചപ്പാടോ ബഹളോ ഒന്നുമില്ല. ഒരു അവിടെ ഇരിക്കാൻ തന്നെ നല്ലൊരു പല രീതിയിലുള്ള നേർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്കിതിലേക്ക് സംഭാവന കാര്യങ്ങളൊക്കെ കൊടുക്കാം. കാരണം ഓരോ വർഷവും അവിടെ നടത്തുന്ന ഊട്ട് നേർച്ചയ്ക്ക് നല്ല രീതിയിലുള്ളൊരു ചിലവ് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം, ഒരു നിർബന്ധമില്ല. അത് അവരുപയോഗിക്കുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പാവപ്പെട്ട കുട്ടികളെ പഠിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനെ കണ്ടു തിരിച്ചിറങ്ങിയപ്പോൾ നല്ല ചൂടല്ലേ, അപ്പോൾ നമ്മുടെ ഒരു ഐസ്ക്രീം ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ചു. 2 ബട്ടർ സ്കോച്ചും ഒരു ബ്ലാക്ക് കറണ്ടും ആണോ വാങ്ങിച്ചത്. നല്ലതായിരുന്നു. പിന്നെ ചൂടായതുകൊണ്ട് പ്രത്യേകം പറയണ്ടല്ലോ. ഇതാണ് കേട്ടോ ആ ഒരു കപ്പൂച്ചിൻ ആശ്രമത്തിൻ്റെ ഫ്രണ്ട് വ്യൂ. നമ്മുടെ അടുത്ത വർഷം വരാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിലേക്ക് മടങ്ങിട്ടോ.